ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. പോലീസിൻ്റെ നിഗമനം വെള്ളത്തിൽ വീണതല്ല, വെള്ളത്തിൽ കൊണ്ടിട്ടതാണ് എന്നുള്ളതാണ്. വെള്ളം കുടിച്ച് മരിച്ചതല്ല എന്നുകൂടി പോലീസിന് മനസ്സിലാകുന്നു. മാത്രമല്ല, ഇതിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ഒരു കൊലപാതകമാണോ എന്ന് ആദ്യം സംശയിച്ചിരുന്നു. എന്നാൽ 30 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കാണാതായി എന്നുള്ളത് കളവാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ ഇൻക്വസ്റ്റ് നടപടികൾക്കനുസരിച്ച് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഈ കുഞ്ഞിനെ ആരോ കിണറ്റിലിട്ടതാണ് എന്നാണ് വരുന്നത്. എന്തായാലും മാതാപിതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് വലയത്തിലാണ്, പോലീസ് നിരീക്ഷണത്തിലാണ്. അച്ഛനും അമ്മയും പോലീസ് കസ്റ്റഡിയിലാണെന്ന വാർത്ത കൂടി വരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ബാലരാമപുരത്ത് നിന്ന് ചേരുന്നു. എന്തായാലും ഒരു നാടിൻ്റെ വേദനയായി ദേവേന്ദു മാറിക്കഴിഞ്ഞു. നമ്മൾ ശരിക്കും ഈ കുട്ടിയെ കാണുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നൊക്കെ മോർണിംഗ് ഷോയിൽ പറഞ്ഞാണ്. 2 വയസ്സുകാരി ദേവേന്ദു പെട്ടെന്ന് തന്നെ ഈ നാടിൻ്റെ കണ്ണീരായി മാറുന്ന കാഴ്ചയും നമ്മൾ തന്നെ കാണേണ്ടി വരികയാണ്. പറയൂ ഉമേഷ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ? ഈ കുടുംബത്തിന് ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമുണ്ടായിരുന്നു, ബാധ്യതകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മരിച്ച കുട്ടിയുടെ അമ്മയുടെ പിതാവ് മരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ ഈ കടം തിരികെ ലഭിക്കാനുള്ളവരെല്ലാം ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഈ ജനപ്രതിനിധികളടക്കമുള്ളവർ ഇതിൽ ഇടപെട്ട് ഇവരുടെ സാമ്പത്തിക ബാധ്യതയെല്ലാം തിട്ടപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ സാമ്പത്തിക ബാധ്യത കാരണം ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയത്തിലേക്ക് കിടക്കുന്നത്. അതിന് മുൻപ് കുട്ടികളെ കൊല ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ആലോചനയായിരുന്നു എന്നുള്ള നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ കൂടുതൽ വിവരങ്ങൾ, അതായത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് പ്രാഥമിക പരിശോധനകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ, ചേച്ചി നിങ്ങളെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണോ? ഈ പ്രദേശത്ത് സമീപത്തുള്ളതാണോ? ഇവരെ അറിയാമോ? ഈ ആൾക്കാരെയൊക്കെ അറിയാമോ? ഭയങ്കര ബാധ്യത, സാമ്പത്തിക ബാധ്യത അതൊന്നും നമുക്കറിഞ്ഞൂടാ. ഇവർക്കൊരു വീടുണ്ടാകും മുകളിൽ. പക്ഷേ ഇവർ ഇവിടെ കോവിലിൽ പിന്നെ റേഡി ഇടാനും ബാക്കി മേൽശാന്തിയുടെ കൂടെയൊക്കെ നടക്കണ ഒരു ചേച്ചിയായിരുന്നു. ഇങ്ങനെയുള്ളൊരു കയ്യിരിപ്പുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവിടെ ഉള്ള തന്നെയാണോ? ഇല്ല, ഇവരൊക്കെ അറിയാമോ? ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അമ്മൂമ്മയുടെ കൂടെ എപ്പോഴും നടക്കുന്നു. ഒരു മൂത്ത കൊച്ച് ഉച്ചക്കട സ്കൂളിൽ പഠിക്കണ്. അവരെ കൂടെ തന്നെ എപ്പോഴുള്ള ചേച്ചി നേഴ്സറിയിലായാണ്. ഇവര് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. വാടകയാണെങ്കിലും ഈ പ്രദേശത്തുള്ളവർ. ഞാൻ നെയ്ത്താണ്. ഇതിലിപ്പം എപ്പോഴും അപ്പൂപ്പനാണോ എടുത്തു വെച്ചോണ്ടൊക്കെ നിൽക്കണം. എപ്പോഴും അപ്പൂപ്പൻ തന്നെ. പക്ഷേ ഇപ്പോഴും 16 അപ്പൂപ്പൻ മരിച്ചിട്ടുന്ന 16. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അറിയാവോ. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ വാടകയ്ക്കാണ്. നമ്മൾ നെയ്യാനാണ് പോണത്. അപ്പോഴും ഇവിടെ നെയ്യാൻ കണ്ടിട്ടുള്ള അല്ല നമുക്ക് അവരെന്ന് പറഞ്ഞാൽ അവരെ വീട് മുകളിലാണ്. പക്ഷെ കുടുംബം ഇവിടെയൊക്കെ മുകളിലാണ്. എന്നാലും നമുക്കറിയാം ഇവിടെയുള്ളവരാണ്. എന്തെങ്കിലും ഈ സാമ്പത്തിക ബാധ്യതയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞൂടാ. പക്ഷെ മുകളിലാണ് അവരെ കുടുംബ വീട്. അവിടെ നിന്നാണ് ഇവിടെ കോവലിൽ കുറച്ച് ദിവസം ഇവർക്ക് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വീട് വാടകയ്ക്കെടുത്തത്. അമ്മൂമ്മയ്ക്കാണല്ലേ? അമ്മൂമ്മയ്ക്ക് കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക്. എന്തായാലും നാട്ടുകാരെല്ലാം ഈ വിഷയം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും വലിയ നടുക്കത്തിലാണ്. കാരണം 2 വയസ്സുകാരി ദേവേന്ദു ഇതുവഴി മുഴുവൻ കണ്ണുനീരായി മാറുകയാണ്. ഈ കുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. എന്തായാലും ഈ കുഞ്ഞ് നേരിട്ട് കിണറ്റിൽ വീണതല്ല, ആ കുഞ്ഞിനെ ആരോ കിണറ്റിൽ ഇട്ടതാണ് എന്ന രീതിയിലുള്ള വാർത്തയ്ക്ക് സ്ഥിരീകരണമുണ്ട്. ആ കുഞ്ഞിൻ്റെ ചിത്രം നമുക്ക് ലഭിച്ചെങ്കിലും ആ ചിത്രം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നില്ല. കാര്യം 2 വയസ്സുകാരി ഒരു കുഞ്ഞിൻ്റെ ചിരിച്ച മുഖമുള്ളൊരു ചിത്രം നമുക്ക് സംപ്രേഷണം ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചിത്രം സംപ്രേഷണം ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ദേവേന്ദു ബാലരാമപുരത്തെ ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ കണ്ണീരാണ്. ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുകയും ഒരുപാട് സാധാരണ ജനങ്ങൾ താമസിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഗ്രാമത്തിൻ്റെ മുമ്പിൽ ഒരു കണ്ണീർ കണമായി ഈ കുട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദേവേന്ദുവിൻ്റെ മരണത്തിലെ ദുരൂഹത അല്പസമയത്തിനൊക്കെ മാറ്റാൻ പോലീസിന് കഴിയും. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലാണ്. ബന്ധുജനങ്ങളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, ഈ തുക കാണാതെ പോയി എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണോ എന്ന കാര്യം പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു. 30 ലക്ഷം രൂപ കാണാതെ പോയി എന്നുള്ളത് വ്യാജ കഥയാണെന്നും വാർത്തകൾ പ്രചരിക്കുമ്പോൾ എന്താണ് ഇത്തരം ഒരു മരണം? അതേസമയം തൂങ്ങി ചാകാനുള്ള കയറിൻ്റെ കുരുക്ക് അവിടുത്തെ വരാന്തയിൽ കാണുന്നുണ്ടെങ്കിലും അതിലും അങ്ങനെ ഒരു കൂട്ട ആത്മഹത്യയും പോലീസ് അടിവരയിട്ട് പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു കുടുംബ ആത്മഹത്യക്കൊന്നും സാധ്യത ഇവിടെയില്ല. കാര്യം ഭർത്താവും ഭാര്യയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കുറേ അരുതായികളും സംശയങ്ങളും ഒക്കെ തന്നെ ഈ മരണത്തിലുമുണ്ട്. ഈ കുഞ്ഞ് അതായത് ജീവിതത്തിലേക്ക് പിച്ചവെച്ച് നടക്കുന്നതിന് മുമ്പേ തന്നെ മരണത്തിലേക്ക് കയറി പോകേണ്ടി വന്ന ഈ പാവം കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് അവകാശമുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രതിനിധികൾ ബാലരാമപുരത്ത്